എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കപ്പ പുഴുങ്ങിയതും ചിക്കൻ കറിയും. കപ്പ പൊളിച്ച് വൃത്തിയാക്കി കഴുകി മാറ്റി വയ്ക്കുന്നു. ഇനി നമുക്ക് ചിക്കൻ കറി വെക്കാനുള്ള ഐറ്റംസുകൾ നോക്കാം. സവാള, പച്ചമുളക്, ചെറിയുള്ളി, തേങ്ങാക്കൊത്ത്, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഗരം മസാല, മല്ലിപ്പൊടി, ചിക്കൻ മസാല, മുളക് പൊടി, കറിവേപ്പില. ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് ചിക്കൻ കറിക്ക് ആവശ്യത്തിന് ചൂടുവെള്ളം തയ്യാറാക്കും. ആദ്യം നമ്മൾ ഗ്യാസ് ഓണാക്കുന്നു. എന്നിട്ട് പാത്രം വെച്ച് ചൂടാകാൻ പാത്രം വയ്ക്കുക. പാത്രം ചൂടായിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടാവട്ടെ. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് ഇടുക. ആദ്യം തേങ്ങാക്കൊത്ത് ഇടുക. തേങ്ങാക്കൊത്ത് വെച്ച് ഒന്ന് വഴന്ന് വരുമ്പോൾ ചെറിയുള്ളി ഇടാം. തേങ്ങാക്കൊത്ത് ചെറുതായിട്ടൊന്ന് വഴന്ന് വരണം. ചെറിയൊരു കളർ മാറിയാൽ മതി. അങ്ങനെ ഇറക്കണേ. ഇറക്കിയിലേക്ക് അത് കരിഞ്ഞു പോകും. കളർ മാറി ഇനി നമുക്ക് ചെറിയുള്ളി ഇടാം. അത് കഴിഞ്ഞ് അത് കളറ് മാറിയപ്പോൾ സവാള ഇടും. സവാള അരിഞ്ഞ് വെച്ചിടുക. സവാള ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കിന് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിടണം കൊടുക്കണേ. അത് പിടിക്കാതെ നല്ലവണ്ണം ഇറക്കി കൊടുക്കണം. തക്കാളി ഇടുക. നല്ലവണ്ണം ഇളക്കി കൊടുക്കണം. അടി പിടിക്കാൻ നല്ലവണ്ണം ഇളക്കി കൊടുക്കണം. നല്ലവണ്ണം വഴണ്ടി വരട്ടെ തക്കാളി. മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, ഇത് പെരിഞ്ചീരകം. എല്ലാം നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. കരിഞ്ഞു പോലെ നല്ലവണ്ണം ഇളക്കി കൊടുക്കണം. കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ നല്ലവണ്ണം ഞെക്കി പിഴിഞ്ഞിടണേ. അല്ലെങ്കിൽ അതിൻ്റെ വെള്ളം അതിൽ പിടിക്കും. അത് നല്ലവണ്ണം നല്ലോണം ഇനി ഇളക്കി കൊടുക്കുക.
ചിക്കൻ കഷ്ണത്തെ എല്ലാം പിടിക്കാൻ നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. കുറച്ച് 2 കരിവേപ്പില ഇട്ട് കൊടുക്കുക. ചൂടുവെള്ളം ഫ്രീയായിട്ട് ചിരി ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് ചെറുതായിട്ട് ഇളക്കണേ. ചിക്കൻ ഞെക്കി പിഴിഞ്ഞെടുത്തത് കാരണം ഒട്ടും വെള്ളം ഇല്ല ചിക്കനകത്ത്. അത് കാരണമാണ് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തത്. എന്നിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഉപ്പിട്ടെ, ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക കേട്ടോ. നല്ലോണം ഇളക്കി കൊടുക്കും ഉപ്പിട്ടിട്ട്. എല്ലാം ഒന്ന് കൂട്ടി വെച്ച് ആവി വേകാൻ വേണ്ടിയിട്ടൊന്ന് കൂട്ടി വെച്ച്. കരിയാപ്പില 2 ഇട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ തപ്പി ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ എല്ലാം കൂടെ വെച്ചിട്ട് അടച്ച് വയ്ക്കുക. 10 മിനിറ്റ് അടച്ച് വയ്ക്കുക. അടച്ച് വെച്ച് വേവിക്കുക. അതിൻ്റെ വെള്ളം ഒഴിക്കണം. നല്ലോണം വെന്തിട്ടുണ്ട് കറിയെല്ലാം. നല്ലതായി. നമുക്കിത് ഗ്യാസിന് ഓഫ് ചെയ്യാം. കറി നന്നായിട്ട് വെന്തിട്ടുണ്ട്. കുറച്ച് ചാറ് വെച്ചത് കപ്പ പുഴുങ്ങിയതായതുകൊണ്ടാണ് കുറച്ച് ചാറ് വെച്ചത്. അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ചാറ് വെച്ചിരിക്കുന്നത്. നല്ല കറിയായിട്ടുണ്ട് കേട്ടോ. വാങ്ങുന്നതിന് മുന്നേ കരിവേപ്പില ഒന്ന് വിതറിയിട്ട് അടച്ച് വയ്ക്കുക. അടച്ച് വെച്ച് വാങ്ങും. കറി ഒരു പാത്രത്തിലോട്ട് നമുക്ക് പകർന്ന് വയ്ക്കാം. കഴിക്കാനെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. ചാറ് വെച്ചതായിരുന്നു, പക്ഷെ കുറുകിപ്പോയി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.